സ്വാഗതം. നമ്മൾ നേരത്തെ ലൊക്കേഷൻ അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള ക്യാമ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഇറങ്ങി എല്ലാവരും. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മൂസിക്ക ഇത് നമ്മളെ ദുബായിലെ റൂം നമ്പർ 102 പിള്ളേരെല്ലാവരും കൂടെ കുറേ കാലത്തൊരു ആഗ്രഹമാണ് ഒരു ട്രിപ്പ് പോകാന്നുള്ളത്. അപ്പം അതേപോലെ ഞങ്ങൾ സഫലീകരിച്ചിട്ടാണ് ഫുജൈറയിലുള്ള വാദി ദബ് എന്താ സ്ഥലത്തിന് പറയാൻ കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ലെറ്റ്സ് എൻജോയ്. ഓക്കെ സമീർക്ക വെള്ളം ബൾബ് ഓൾറെഡി കയറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അത് ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. എന്നെയും കൂടി ഒന്ന് അടി. വർത്താനം പറ. ഇല്ല, നമ്മളെ ഇത് 2025 ട്രിപ്പാണ് ആദ്യത്തെ. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സെറ്റാണ് ടൂറ്. വാദീഷീസ് പോയ അതേ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മദ്ഹ എന്നുള്ള എക്സിറ്റ് എടുത്തു. പക്ഷെ മുമ്പ് കണ്ട വഴികളൊക്കെ നമ്മൾ അന്ന് രാവിലെ വന്ന വഴികളാണ്. അതുകൊണ്ട് വല്ലാണ്ട് പറഞ്ഞിട്ട് കാണിച്ചിട്ട് മടുപ്പിക്കുന്നില്ല വിചാരിച്ചിട്ടാ. മടുക്കും. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് മടുത്തതാ. എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയേക്കാം എല്ലാവരും കൂടിയിട്ട്. ഓക്കെ, ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഓരോന്ന്. അപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള 2 വണ്ടി പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ യാത്ര വേണ്ടി എത്ര നേരം ഉണ്ടാവും? ഏകദേശം 1 hour, 1.5, 1.5 മണിക്കൂറായെന്ന് പറയുന്നത്. ഒരു ഹയാബൂസ പോയത്. ഇവിടെ അത് ലക്ഷറി വണ്ടികളൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ദുബായിൽ ആദ്യം വന്നപ്പോൾ ഒരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. പിന്നെ കണ്ട് അങ്ങ് ശീലമായി. സെമീർക്ക് വണ്ടി ഓഫ് ചെയ്യുന്നില്ല? ഓക്കെ, വണ്ടി ഓൺ ആക്കിയിട്ടേക്കാം. നമ്മളിപ്പോൾ വാദി മദ്ഹയിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് പോകും. ഒന്നാമത്തെ കേസ് അതാ. നെറ്റ്വർക്കൊക്കെ കട്ടായി. നെറ്റ്വർക്കൊക്കെ കട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ വാദി മദ്ഹയിലിട്ട് എൻ്ററായി. ഞാൻ എത്ര മിനിറ്റ് എടുക്കാം? 5 മിനിറ്റ് മാത്രമേ ഇവിടുന്ന് കാണിക്കുന്നത്. ഓക്കെ, വായ തുറന്ന് നോക്കുക. അല്ല, ഇരുട്ടതൊക്കെ കണ്ടെങ്കിൽ പേടിക്കും. 2 ആൾക്കാർ പോയതുണ്ടോ? മാറി. റോഡ് മാറിക്ക് തെറ്റിച്ച്. റോഡ് തെറ്റി. തിരിച്ച ഓക്കെ, യൂട്ട് എടുത്തു. ഓക്കെ, നമ്മൾ ശരിയായ വഴിക്ക് കയറി. വഴി തെറ്റിയായിരുന്നു ചെറുതായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം തള്ളിയ തള്ളു ഇതരം മൂപ്പരെ ഒരു ഇല കാണിച്ചിട്ട് പറയാ ഇത് ഔഷധ ഗുണമുള്ളതെന്ന്. അതെ, നൈസായിട്ട് ചാവുള്ളൂ അല്ലേ? തമിഴ്നാട് സെറ്റപ്പിലോട്ട് നമ്മൾ തമിഴ്നാട് കയറിയാ. നിങ്ങളെ കണ്ട് ഇഷ്ടായിട്ടായിരിക്കും. ഏയ്
അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ അമ്മാവൻ്റെ മോനാ. പ്രധാന ആളാണ്. അറിയില്ല എനിക്ക് സാദി ബിൻ റാഷിദ്. ആ ചെക്കോടെ പുതിയതായിട്ട് വന്നൊക്കെ അവനൊന്നും അറിയില്ല. എനിക്കറിയില്ല. ഇല്ലടാ അതിന്റെ അറബിക്ക് ഇതിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ. സന്തോഷമുള്ളൂ. അറബിയുള്ള മോളാണ്, ഒന്നും നോക്കരുത്. കെട്ടിയേക്കണം. അറബിയിലല്ല ഒന്നുമില്ലെങ്കിലും. ഇവിടെ മെയിനായിട്ട് ഒട്ടകൊക്കെ തിന്ന ആൾക്കാരാണ് ഈ ഭാഗത്തൊക്കെ. ഒട്ടം കിട്ടില്ലെങ്കിൽ ചിലപ്പോ നിന്നെ വലിച്ചിറങ്ങി തിന്നു. ആകെ എല്ലും മുട്ടിയുള്ളവൻ എന്ത് തിന്നാനാ? ആ തേഞ്ഞ് നമ്മള് മാത്രമുള്ളൂ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പടക്കുള്ള ആളുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. കാറാണെങ്കിൽ 20 റംസ്, ബസ്സൊക്കെ ആണെങ്കിൽ 50 റംസ് ആണുള്ളത്. ഇതാണ് എൻട്രൻസ്. 30 ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുക. അതാണ് എൻട്രൻസ്. താങ്ക് യു ബൈ. അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയേക്കാം. അയ്യോ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അൽ മദ്ഹ നമ്മൾ എത്തിയേക്കണം. വാദി അൽ മദ്ഹയ്ക്ക് കയറിയേക്കണം. ഇനി അവരെ കണ്ടുപിടിക്കണം. അവിടെ കൂടെ വന്ന ആൾക്കാർ ഇനി എവിടെ ഉണ്ടോ നോക്കണം. ഏതാ ഇവിടുന്ന് വണ്ടി താഴെ വരുന്ന പോകുന്ന പറഞ്ഞു. ഈന്തപ്പഴം തൊട്ടുള്ള മൊത്തം സോ ഫാസ്റ്റ്. അത് നമ്മളെ ആൾക്കാരെല്ലാം ഒന്നുണ്ട്. ഇനിയും താഴെ പോകുന്നുണ്ട്. വലിയൊരു കുന്നാട്ടോ കാണുന്നത്. What is this? This is a കൊക്ക. Al Kokha. ഓ വണ്ടി അടിയോ? വണ്ടി പോയല്ലോ. പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇല്ല, അത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടിയാണ്. അവിടെ നല്ല തീരെ കുറവാണ്. വലിയൊരു കുന്നാണ്. രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ കാണിച്ചു തരട്ടെ. ഇവിടെ കുറച്ച് ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഒഴിഞ്ഞിട്ട് സ്ഥലം ഒഴിഞ്ഞിട്ട് പെൻ്റ് അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അതാണ് പടച്ചവനായിട്ട് വന്നേക്കാന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ തീയുണ്ടല്ലോ. അവിടെയൊക്കെ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളമാണ്. ഇത് കുളിക്കാൻ ആൾക്കാരൊന്നും ഇറക്കേണ്ടിയില്ല. വലിയൊരു കുന്നാണ്. അത് രാവിലെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വലിയ കുന്നാണ്. ഇപ്പോൾ ടെൻ്റ് അവിടെ അടിക്കണമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്ത് ഇത് പോണേ? നമ്മുടെ ഉണ്ണിക്കുട്ടൻ. നമ്മുടെ ക്യാമ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരെണ്ണം അവിടെ അടിച്ച്, 2 അടിച്ച്, അപ്പോൾ അത് 3ാമത്തെ അടിച്ചോണ്ടിരിക്കുക ക്യാമ്പ്. വണ്ടി ഒരെണ്ണം വഴിയേറ്റി പോയി. ഇപ്പോൾ ഇതാ തിരിച്ചു വന്നോണ്ടിരിക്കും. ഒരാൾ മോളിൽ പോയിട്ട് വിളിക്കാൻ പോയിട്ടുണ്ട്. വഴിയേറ്റി പോയ ആൾക്കാർ തിരിച്ചെത്തിയിട്ടുണ്ട്. വഴിയേറ്റി പോയ ടീമുകളൊക്കെ തിരിച്ചെറിയിട്ടുണ്ട്. അതെ, അത് തീയല്ലേ? ആയിക്കോട്ടെ, സെറ്റാക്കാം. അപ്പൊ നമുക്ക് ചിക്കൻ നൂഡിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ കാണാം.
ഇപ്പോൾ രാവിലെ 7:05 സൂര്യ ഉദിച്ചിട്ടുണ്ട്. സമീർഗത ജസ്റ്റ് ഒരു നടത്തത്തിന് ഇറങ്ങിയേക്കാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെയായി, ഉറക്കൊക്കെ എണീച്ച് വാഷ്റൂമൊക്കെ പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. വാഷ്റൂമിൽ ഫുള്ള് ക്യൂ ആയിരുന്നു. ഞാനൊരു അരമണിക്കൂർ ക്യൂ നിന്നിട്ട് ഇപ്പോഴാണ് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഉള്ള ബോർഡ് അന്വേഷിച്ച് വന്നതാണ്. ബോർഡ് കാണുന്നില്ല. വാദി മദ്ഹ എന്നുള്ള സ്ഥലത്തിൻ്റെ ബോർഡ് അന്വേഷിച്ച് വന്നപ്പോൾ ബോർഡ് കാണുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ വ്യൂ. ഇത് ഏറ്റവും ടോപ്പാണിത്. ഇതാണ് ഫുള്ള് ചുറ്റും മലകളാണ്, നടക്ക് ചെറിയ തടാകമുണ്ട്. ഫുള്ള് നല്ല വൈബ് സ്ഥലമാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഉണ്ട്, പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വണ്ടി അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. അത് മെയിൻ അഡ്വാൻറ്റേജാണ്. അങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ല. എല്ലാം വണ്ടിക്ക് അടുത്ത് തന്നെ കിട്ടും. പിന്നെ ട്രാവലിംഗ് ടൈം ഇന്നലെ പറഞ്ഞോളൂ ഇല്ലേ? ഇല്ല, നമ്മൾ പറഞ്ഞില്ലേ? ഇല്ല. ട്രാവലിംഗ് ടൈം പറഞ്ഞാൽ ദുബായ് നമ്മൾ താമസിക്കുന്ന സ്ഥലം അൾറിക്കാണ്. അവിടെ നിന്ന് കറക്റ്റ് 1.5 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം. 1.5 മണിക്കൂർ എത്തി. നല്ല ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. വീക്കെൻഡ് ആയിരുന്നു, ട്രാഫിക്കൊന്നും ഇല്ല, നീറ്റായിട്ട് എത്തി. പിന്നെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ഇവിടെ ഇറക്കിയായിരുന്നു. അതിൽ ട്രാവൽ നമ്മൾ ഒരുപാട് സെയിം സ്ഥലം തന്നെ കേട്ടോ, സെയിം ഫുജേറ തന്നെ. അത് ട്രാവലിംഗ് ഏകദേശം ലൊക്കേഷനൊക്കെ സെയിമാണ്, വഴിയൊക്കെ സെയിമാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രാവലിംഗ് ഇത് എടുക്കാത്തത്. ജസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ റൂമിലെല്ലാം ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. 15 പേര് വന്നിട്ടുണ്ട്. 15 അതെ. ലീവ് എണീച്ച് ഓരോ ആൾക്കാർ എണീക്കുന്നേ ഉള്ളൂ. നമ്മൾ രാവിലെ ഇതിനു വേണ്ടി എണീറ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എണീറ്റാണ്. ശരി, ബാക്കി എല്ലാവരും അവിടെ കണ്ടിട്ട് നമുക്ക് വെള്ളക്കെട്ടുണ്ടല്ലേ? അടുത്ത സ്ഥലം പടിഞ്ഞോണ്ടിരിക്കട്ടെ അവർ. അപ്പോൾ ഒരു ചായ അടിക്കാൻ വിചാരിച്ചു. चाय है? क्या फर्स्ट मिल्क है और मशीन कितना है? नहीं कितना है? 3 dirham कॉफ़ी. कॉफ़ी ओडी चला 3 dirham सन कॉफ़ी. 2 कॉफ़ी दो. हाँ 2 कॉफ़ी दो. അപ്പോൾ ഗൈസ് ഇന്നലെ രാത്രി വന്നിട്ട് ബാർബിക്കൊക്കെ സെറ്റാക്കി. അതിന് കിടക്കണം ഡോഡ്ജ് കേട്ടോ, നേരം കൊടുത്തിരുന്നുള്ളൂ. ചായ കോഫി അവിടെ എല്ലാവരും എണീച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചായ കുടിയും പല്ല് തേക്കലും ഒക്കെയാണ്. അതിനുണ്ടൊക്കെ തണുപ്പുണ്ടോ? ചെറുതായിട്ടില്ലേ? സൗണ്ട് എനിക്ക് പോക്കറ്റ് ആയിട്ടൊക്കെയാണ്. ഹായ് ഗ്യാസ്, ഇതാ നമ്മൾ കൊണ്ടുവന്ന ടെൻറ്റാണ് കേട്ടോ. 4 ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വണ്ടികളാണ് നിൽക്കുന്നത്. സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നല്ല ഫുള്ള് ചുറ്റും മലയാണ്. നല്ല സ്ഥലം, നല്ല രസമുണ്ട് കാണാൻ. ഫ്രണ്ട്സൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളെ അഫ്സൽ ഇപ്പോൾ ഉണ്ട്. അവൻ്റെ ഒരു ക്യാമറ ഉണ്ട്, അത് വെച്ചുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ സെറ്റ്. അവിടെ ഒരു ഫോട്ടോ എടുക്കാം. സമതൊക്കെ മുകളിലൊക്കെ ഉണ്ട്. സമതൊക്കെ ഒരാൾ കാണിച്ചാ ഏത്? DSLR എടുക്കാം. തുടക്കത്തിലെ അപമാനം. ഓക്കെ, അപ്പം ഫോട്ടോ എടുത്തിട്ട് വേണം. നമ്മളൊന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അവിടെ എല്ലാവരും ഫുഡ് അടി കഴിഞ്ഞു. വേണ്ടണം ഇതിൽ കുളിക്കാറങ്ങാനായിട്ട്.
നമ്മുടെ കയ്യിൽ മറ്റേ മുട്ട തീർന്നപ്പോൾ അപ്പുറത്തെ ടൻറ്റിൽ പോയിട്ട് കടം മേടിച്ചോണ്ട് വരിക. एक बार बोलेगा आप किधर से? मुझे एक यूट्यूब चैनल है. यूट्यूब चैनल है. हाँ यूट्यूब चैनल है. हम लोग पाकिस्तान लाहौर से हैं. लाहौर. ये पेशावर, ये पख्तूनख्वा, हाँ वो अफगानिस्तान. अफगानिस्तान. ये आपका नाम क्या है भाई? राहिल. आपका? अदरीस. आपका क्या है भाई? हाँ റമീസ് ജി. ഞങ്ങളുടെ കൂട്ടുന്ന ഒരു വെടല അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. കഴിവേറി. അപ്പൊ നമ്മള് കുളിക്കിറങ്ങാണ് എല്ലാരും കൂടിയിട്ട്. അപ്പൊ കുളിക്കിറങ്ങല്ലേ? ദുബായ് റെഡിന്റെ ഷർട്ടിട്ട് ഇറങ്ങിയേക്ക. തുണി നോക്കി കാണിക്കുന്ന നിങ്ങളെന്താ ആലോചിക്കണക്ക? അപ്പോൾ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്യാമ്പൊക്കെ അഴിച്ച് തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. ക്യാമ്പൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ തിരിച്ച് പോവാണ് അവിടുന്ന്. എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പതുക്കെ ഇവിടെ നിന്ന് തിരിക്കാനുള്ള പരിപാടിയാണ്. സൂര്യൻ സമയം എന്താ ഇപ്പോൾ? 10 മണി ആയിരിക്കണം. ഓടാത്ത വാച്ചും വെച്ച് വന്നിരിക്കവൻ. ഞാൻ കുറച്ച് തിരക്കിലാണ്. മറ്റേ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ടേബിളൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം സെറ്റാക്കി വണ്ടിക്കകത്ത് കയറ്റി ഫുഡ് കഴിക്കാൻ പോകണം. നല്ല വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പാക്കിംഗ് ആണ്. നല്ലൊരു അനുഭവമായിരുന്നു. ഒമാനില് അച്ചടി ഭാഷ അറിയണം, നാടൻ ഭാഷ അറിയാം. ഇവിടെ ഹരിയാന നമ്മൾ നോർമൽ സംസാരിക്കണം. ഓക്കെ, അങ്ങനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ വളരെ മികച്ച ഒരു നല്ലൊരു ട്രിപ്പിംഗ് ആയിരുന്നു, അനുഭവമായിരുന്നു. അതെ. പിന്നെ കുളി എന്ന് പറഞ്ഞപ്പോ നല്ലൊരു വെള്ളത്തിലല്ലേ വിളിച്ചു. വെള്ളത്തിലല്ലാതെ പിന്നെ ആരെങ്കിലും വേറെ വിളിക്കും. പ്രത്യേകം പറയാന്ന് നമ്മളെ സെഹ്റാന്റെ കണ്ണുകളെ നമ്മൾ പമ്പരം സെഹ്റാന്റെ കണ്ണുകൾ നമ്മളെപ്പോഴും ഈ മൂപ്പരെ കാര്യം ഞാൻ പ്രത്യേകം പറയാം. ഈ മൂപ്പര് ഞാനടുത്ത് പറഞ്ഞു പെണ്ണൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 5 ദിവസം എത്ര 15 ദിവസം നാട്ടിൽ പോയിട്ട് നിക്കാ കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞത് എൻഗേജ്മെന്റ് ഞങ്ങൾ അറിഞ്ഞത് മൂപ്പര അനിയൻ എന്തോ ഭാഗ്യത്തിന് മൂപ്പര് അറിയാണ്ട് എന്തോ പറഞ്ഞു ഇങ്ങനെ നിക്കാഹ് ഉണ്ട് എന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ആരും അറിയില്ല. അങ്ങനത്തെ ഒരു മുതലാണത്. മിണ്ടാണ്ട് നിക്കാഹ് വെച്ചിട്ട് പോന്നിക്കുക. എൻഗേജ്മെന്റ് ചെയ്യാം. എൻ്റെ അമ്മോ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ റൂമിലുള്ള ആൾക്കാരാ. ആൾക്കാരാട്ടോ. 102 അപ്പൊ നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ അവിടെ നിന്ന് തീരുമാനിച്ചോണ്ടിരിക്കുക.
അപ്പോൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞു, തിരിച്ച് റൂമിലെത്തി. അപ്പോൾ അടുത്ത കറക്കത്തിലാണ്.